ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായി നമുക്ക് 1 ടീസ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അരമണിക്കൂറെങ്കിലും ചിക്കൻ ഇങ്ങനെ വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ വലിയുള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സോസ് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4 വലിയുള്ളിയാണ്. അപ്പോൾ നമുക്കിത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വലിയുള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി വഴറ്റിയെടുക്കാം, ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നന്നായി കുക്കായി കിട്ടുന്നതിനായി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം 15 മിനിറ്റെങ്കിലും ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വലിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊടിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്.
ഫ്രൈ ചെയ്ത വലിയുള്ളി ചേർത്തതിന് ശേഷം നമുക്കിത് 3-4 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്നായി യോജിച്ച് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായി നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇവ ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.